ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മൾ പറയുന്ന അധ്യായം 8ആണ്. അധ്യായം 6ആണ്. 6ാമത്തെ അധ്യായത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് 5ാമത്തെ അധ്യായത്തിലുള്ള എന്ത് ബ്രഹ്മോപദേശം പറഞ്ഞു. ബ്രഹ്മോപദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറയുകയാണ്, അങ്ങയുടെ ബ്രഹ്മോപദേശം കിട്ടി. ശ്രീശുക ബ്രഹ്മർഷീനെ നമസ്കരിക്കുകയാണ്. സർവാത്മാവും സർവജ്ഞനുമായ ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സിദ്ധോസി അനുഗ്രഹതോസ്മി എന്ന് പറയാണ്. ഞാൻ സിദ്ധനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് പറയാണ്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ സംസാര ദുഃഖത്തിനുള്ളിൽ നിന്നുള്ള ഭയം തീർന്നിരിക്കുന്നു. ഇനി എനിക്കൊന്നും അറിയാനുമില്ല, എനിക്കൊന്നും കേൾക്കാനുമില്ല, എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. ഞാൻ തന്നെയാണ് ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് എനിക്ക് ബോധ്യമായി. ആ ബോധ്യമായ സ്ഥിതിക്ക് അങ്ങ് എനിക്കിനി ഒന്നും പറഞ്ഞു തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അവിടെ നിന്ന് എണ്ണീറ്റു. ശ്രീശുക ബ്രഹ്മർഷീനെ പൂജിച്ച് നമസ്കരിച്ച് വേണ്ട ദക്ഷിണയൊക്കെ നൽകിയ ശ്രീശുക ബ്രഹ്മർഷി അവിടെ നിന്ന് എണ്ണീറ്റ് ബാക്കിയുള്ളവരോട് കൂടിയിട്ട് അദ്ദേഹം പരീക്ഷിത്ത് സമാധിയിലായി അവിടുന്ന് എണ്ണീറ്റ് പോവുകയാണ്. പരീക്ഷത്തിനെ ഭഗവത് ധ്യാനത്തോടു കൂടി സമാധിയിലാക്കിയിട്ടാണ് ആര് എണീറ്റ് പോണേ? ശ്രീശുക ബ്രഹ്മർഷി ബാക്കിയുള്ള യോഗീശ്വരന്മാരോടുകൂടി അവിടുന്ന് എണ്ണീറ്റ് പോയി. ആ സമയത്ത് തക്ഷകൻ വന്ന് പരീക്ഷത്തിനെ കടിച്ചു. ആ ശരീരം എന്താ പറയുക, മരിച്ചുപോയി. അങ്ങനെ പരീക്ഷിത്ത് മരിച്ചുപോയി. ഇത് കേട്ടു. അപ്പം ആ സമയത്ത് അതിന് മുമ്പ് എന്തുണ്ടായി, കശ്യപൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ മഹർഷി തക്ഷകനെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിനെ ജീവിപ്പിക്കാൻ വേണ്ടി വന്നതാ. അപ്പം തക്ഷകൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, താൻ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിപ്പിക്കും, സംശയമൊന്നുമില്ല അതിനെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയോ ചോദിച്ചു. എന്നിട്ട് അവരൊരു ആലിൻ്റെ മുകളിൽ പരീക്ഷണമൊക്കെ നടത്തി. കാരണം തക്ഷകൻ ആ ആലിൻ്റെ മുകളിൽ അങ്ങോട്ട് കൊത്തി. ആല് കൊത്തിയതും ഒറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ അതങ്ങോട്ട് കരിഞ്ഞ് ഭസ്മമായി പോയി. അപ്പോൾ ഈ മഹർഷി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമണ്ടലൂരിലുണ്ടായിരുന്ന ജലം എടുത്ത് തെളിച്ചു. മന്ത്രം ജപിച്ച് തെളിച്ചപ്പോൾ അത് ഇരട്ടി സ്പീഡിൽ, അതിനേക്കാൾ ഇരട്ടിയായിട്ട് ആ ആല് അതേമാതിരി അവളെ വളർന്നു വന്ന് നിന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, തക്ഷകൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, കാരണം ഇതിങ്ങനെ ഒരു ശാപവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്, എന്താ ഇപ്പോൾ ഇതിന് പോണതിൻ്റെ ഉദ്ദേശം ചോദിച്ചു. പറഞ്ഞു, ഉദ്ദേശമൊന്നുമില്ല, കാശ് കിട്ടുക, അല്ലാണ്ട് വേറെ എന്തുദ്ദേശം, ദ്രവ്യലാഭം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് കുറേ ദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് തക്ഷകൻ ഈ കശ്യപൻ എന്ന് പറയുന്ന മഹർഷീനെ പറഞ്ഞയച്ചു. എന്നിട്ടാണ് തക്ഷകൻ ഇവിടെ വന്നിട്ട് പരീക്ഷത്തിനെ കടിക്കണത്. അങ്ങനെ പരീക്ഷിത്ത് മരിച്ചുപോയി. ഈ വിവരം ആരറിഞ്ഞു? പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയെ അറിഞ്ഞു. അദ്ദേഹം സർപ്പസത്രം നടത്തി. അവസാനം ബൃഹസ്പതിയും ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് സർപ്പസത്രം നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നിർത്തിവെച്ചു. അതിൽ തക്ഷകൻ പിടിവിട്ടില്ല. പക്ഷെ വേറെ വലിയ എന്ത് പറയൂ, നാഗങ്ങളും ബാക്കിയുള്ളവരൊക്കെ മരിക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ടായി? ആ ശാപം ഉണ്ടായി. ആ ശാപം കൊണ്ട് അദ്ദേഹത്തിന് കുഷ്ഠരോഗം ഉണ്ടായി എന്നാണ് പറയുന്നത്, ജനമേജയ മഹാരാജാവിന്. അത് മാറാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി? 41 ദിവസം ഗുരുവായൂർ ഒന്ന് ഭജിച്ചു. അങ്ങനെ 41 ദിവസം ജനമേജയനാണ് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലം പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതായത് ഇങ്ങനെ അമ്പലം നേരിയാക്കിയിട്ടുള്ള ആള് ആദ്യമായിട്ട് അയാളെന്നാണ് പറയുന്നത്, ജനമേജയനാണ്. അവിടെ ഇങ്ങനെ വന്ന് ഒളിച്ചിരിക്കുന്ന ഭഗവാനെ കുറേശ്ശെ പുറത്തേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട് ചെയ്തത് ജനമേജയനാണ്. അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുത്തു. അപ്പോൾ അമ്പലമൊക്കെ നേരിയാക്കി. അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ശൗനകാദികളും മറ്റേ സൂതനോട് ചോദിക്കുകയാണ്, അല്ല ഇതൊക്കെ പറഞ്ഞു സംഭവം ശരിയാണ്, ഞങ്ങൾക്ക് ആ വേദങ്ങളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരാൻ പറയുകയാണ്. ഈ ശുക്ലയജുസ്, തൈത്തിരീയം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതൊക്കെ വേദങ്ങളാണ് കേട്ടോ, അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
സൂത മഹാശയൻ ഈ നൈമിഷാരണ്യത്തിലിരിക്കണ മഹർഷിമാരുടെ അടുത്തുനിന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് എന്താ പറയുക, സൂതൻ പറയുകയാണ്, ശൗനകാദികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാവിൻ്റെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്തു നിന്നാണ് എന്തുണ്ടായത്, ഈ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നാദബ്രഹ്മം ഉണ്ടായത്. ആ നാദബ്രഹ്മം ത്രിഗുണാത്മകമാണ്. അതിൽ നിന്നാണ് അതങ്ങനെ എന്തൊക്കെ ആ ഉ മ എന്നുള്ള 3 അക്ഷരങ്ങളിൽ നിന്ന് ഓങ്കാരമുണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രണവം ഉണ്ടായി. ആ പ്രണവം എങ്ങനെയാ വന്നേ? കണ്ഠം, ഓഷ്ട്രം, താലു, മൂധാവ്, ദണ്ഡം, നാസിക എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ മുഖത്തുള്ള കുറച്ച് സംഭവങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരണത്. ഈ ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള കുറച്ച് സാധനങ്ങൾ അതിൽ നിന്നാണ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ അതിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വന്നു. ആ ശബ്ദം പുറത്തേക്ക് വന്നതിൽ നിന്നാണ് എന്തുണ്ടായത്, ഓരോരോ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടായി. വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളൊക്കെ ഉണ്ടായി. അക്ഷരങ്ങൾ കൂട്ടമായപ്പോൾ പദമുണ്ടായി. പദങ്ങൾ വാക്യങ്ങളായി, വാചകങ്ങളായി. അതന്നെ. അങ്ങനെ വാക്യങ്ങളും വാചകങ്ങളും പദങ്ങളും ഒക്കെ ഉണ്ടായി. ഗംഭീരമായിട്ട് കഥയുണ്ടായി, ശ്ലോകം ഉണ്ടായി, ഒക്കെ ഉണ്ടായി. അങ്ങനെ വേദം അങ്ങനെയാണ് വളർന്ന് കൂട്ടിച്ചേർന്ന വേദം ഇങ്ങനെ ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പം 4 മുഖങ്ങളിൽ കൂടിയാണ് വേദം ഉണ്ടായത്. ബ്രഹ്മാവിന് 4 മുഖമാണല്ലോ. 4 മുഖങ്ങളിൽ കൂടി വേദം ഉണ്ടായപ്പോൾ 4 ഭാഗമായി വേദം. അപ്പം ഈ 4 ഭാഗം വേദമായപ്പോഴും ആൾക്കാർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ തന്നെ ആരായി, കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ അവതരിച്ചു. അതാണ് നമ്മുടെ വ്യാസമഹർഷി. അദ്ദേഹം ഭഗവാൻ തന്നെയാണ് ആ വ്യാസമഹർഷി. അദ്ദേഹം ഈ ഇതിനെ ആദ്യം ഉണ്ടായിട്ടുള്ള ഇതിനെ ഒന്നും കൂടി വേറേക്ക് മാറ്റി. അതാണ് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറഞ്ഞിട്ട് 4 കഷ്ണാക്കി. ആ 4 അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആ ശിഷ്യന്മാരാണ് പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു എന്ന് പറഞ്ഞിട്ടുള്ള 4 ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആ 4 ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരവരുടെ ശിഷ്യന്മാർക്ക്. അങ്ങനെ ഈ 4 ശിഷ്യന്മാരിൽ അവരിങ്ങനെ ശിഷ്യ പരമ്പരയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൈശമ്പായനൻ്റെ ശിഷ്യനാണ് ആരാ, യാജ്ഞവൽക്യൻ. അപ്പോൾ ഈ ഗുരു പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ഛർദ്ദിച്ചു. ആ വേദങ്ങളൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞു. ആ ഛർദ്ദിച്ചു കളഞ്ഞ ഭാഗങ്ങളെയാണ് തൈത്തിരീയം എന്ന് പറയണത്. അങ്ങനെ യാജ്ഞവൽക്യൻ സൂര്യനെ സേവിച്ചിട്ട് പ്രസാദിപ്പിച്ച് സൂര്യങ്കിൽ നിന്നും സ്വന്തമായിട്ടൊരു വേദം സമ്പാദിച്ചു. അതാണ് ശുക്ല യജുസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള അത് 2 പറഞ്ഞു കൊടുത്തു. വേദങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ബാക്കി പറയണ. യാജ്ഞവൽക്യൻ്റെ കഥയൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്രകാരമുള്ള വേദങ്ങളെക്കുറിച്ച് നമ്മൾ സ്മരിച്ചാൽ സർവ്വപാപങ്ങളും നശിക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.